മലപ്പുറം ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടറും കൂടിയായിട്ടുള്ള ഏറ്റവും ദ യങ്ങസ്റ്റ് വൈബ്രന്റ് IAS ഓഫീസർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് മാതൃക പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് മുമ്പേ എത്തിയ ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയാ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ദ വിമൻ എംപവർമെന്റ് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിനൊക്കെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് ഷഫ്ന മാഡത്തിന്റെ കേൾക്കാം. മാം പ്ലീസ്. ആദ്യം തന്നെ എൻസ്കൂൾ ടീം, ദി എൻറ്റയർ എൻസ്കൂൾ ടീം ആൻഡ് കൊച്ചു കൂട്ടുകാർക്കും നമസ്കാരം. ഒഫീഷ്യലി എൻസ്കൂളിന്റെ NTSC കോഴ്സ് ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട്. എനിക്കിനി സംസാരിക്കാനുള്ളത് കൊച്ചു കൂട്ടുകാരോടാണ്. സോ എൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറയാം. സോ ഫാർ നിങ്ങളുടെ ഏകദേശം ഈ പ്രായത്തിലുള്ളപ്പോ 8th 9th സ്റ്റാൻഡേർഡ് ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സിവിൽ സർവീസസ് എന്നൊരു ഡ്രീം തന്നെ വന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് വാസ് സോഷ്യൽ സയൻസ്. എപ്പോഴും ജനറലി എനിക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ താല്പര്യം നല്ല കുറവാണ്, പക്ഷേ ഐ എൻജോയ് സ്റ്റഡിങ് സോഷ്യൽ സയൻസ്. സോ സോഷ്യൽ സയൻസ് പഠിക്കുകയും സോഷ്യൽ സയൻസിൽ തന്നെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ്, സ്റ്റോറീസ്, ഹ്യൂമൻ സ്റ്റോറീസ് ഒക്കെ അട്രാക്ട് ആയിട്ട് അങ്ങനെ ചെന്നെത്തിയതാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ എത്തിയതാണ് സിവിൽ സർവീസസ് എന്നുള്ള മേഖല. പക്ഷെ 8th 9th പഠിക്കുമ്പോൾ IAS ഓഫീസർ ആരാണെന്നോ, ഒരു IAS ഓഫീസറിന്റെ ഒറിജിനൽ പവേഴ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അങ്ങനെ ഐഡിയാസ് ഒന്നും ഇല്ല. പക്ഷെ I knew this much that he or she is a person who is capable enough to bring change in the society. So ആ ഒരു പാർട്ട്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, ആ ഒരു ചേഞ്ച് എന്നെ കൊണ്ട് എത്രമാത്രം പറ്റും എന്നറിയില്ല, പക്ഷെ പറ്റുന്ന അത്രത്തോളം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി വന്നൊരു സ്വപ്നത്തിൽ എത്തിച്ചേർന്നതാണ് IAS എന്ന് പറയുന്നത്. സോ 8th 9th സ്റ്റാൻഡേർഡ് ആരെങ്കിലും ഒക്കെ എന്നോട് വന്ന് ഡ്രീം, മേ ബി നിങ്ങളോട് ചോദിക്കുമായിരിക്കും അംബിഷൻ എന്താണ്, ഡ്രീം എന്താണ്. സോ ഐ വുഡ് സേ ഐ വോണ്ട് ടു ബി ആൻ IAS ഓഫീസർ. സോ അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അന്ന് തൊട്ടേ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ദാറ്റ് ഐ വോണ്ട് ടു ബി ആൻ IAS ഓഫീസർ. ആൻഡ് ഹോപ്പ്ഫുള്ളി ആൻഡ് അതിനുവേണ്ടി ആ ഒരു ടൈം തൊട്ട് തന്നെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ഈ ഒരു ഡ്രീം വാസ് ഓൾവേസ് ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ്. അതിപ്പം +1 ആണെങ്കിലും +2 ആണെങ്കിലും കോളേജ് ടൈമിലാണെങ്കിലും ഐ ന്യൂ ഫൈനലി ഐ ബി റൈറ്റിംഗ് UPSC എക്സാമിനേഷൻ എഴുതും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്ന് എനിക്ക് എന്നും ഉറപ്പുണ്ടായിരുന്നു. So the first and foremost thing that I want to share with you people is to have a dream. Because ഒരു ഡ്രീം ഇല്ലെങ്കിൽ നമുക്കൊരു ബേസിസ് ഇല്ലാതെ പോകും. നമ്മൾ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തിനു വേണ്ടി വർക്ക് ചെയ്യും, എന്തിനു വേണ്ടി വാട്ട് വിൽ യു വർക്ക് ടുവേർഡ്സ്, അങ്ങനെ ഒരു ഐഡിയ കാണില്ല ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് എ ഡ്രീം. സോ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഹാവ് എ ഡ്രീം. ഇറ്റ് നീഡ് നോട്ട് ബി ആൻ IAS ഓഫീസർ. ഒരു UPSC എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക മാത്രമല്ല ഒരു അൾട്ടിമേറ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നമ്മുടെ പാഷൻ, വാട്ട് ഈസ് നമ്മുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് എത്ര ബെറ്റർ ആയിട്ട് ഏത് മേഖലയിലാണോ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ടാലന്റ്, നമ്മുടെ ടാലന്റ്, നമ്മുടെ കംഫർട്ട് ആൻഡ് ഏരിയ വിച്ച് യു വോണ്ട് ടു വർക്ക്, ആ ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് ദാറ്റ് ഡ്രീം ഷുഡ് ബി ദെയർ. ഇറ്റ് ക്യാൻ ബി എ ഡോക്ടർ, ഇറ്റ് ക്യാൻ ബി എ ടീച്ചർ, ഇറ്റ് ക്യാൻ ബി ഡാൻസർ, മ്യൂസീഷ്യൻ, എന്തും ആകാം. പക്ഷെ ഹാവ് എ ഡ്രീം. ഫസ്റ്റ് ഹാവ് എ ഡ്രീം. ആൻഡ് വെൻ യു ഹാവ് എ ഡ്രീം, വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ് ടു ഡു? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ടു പ്ലാൻ ടുവേർഡ്സ് ഇറ്റ്. അത് തന്നെയാണ് ബേസിക്കലി ഞാനും ചെയ്തു വന്നത്. മേ ബി പ്രിപ്പറേഷൻ ഒന്നും 8th 9th തുടങ്ങിയില്ലെങ്കിലും ഐ ഹാഡ് സ്റ്റാർട്ടഡ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. ഇത് 10th സ്റ്റാൻഡേർഡ് തൊട്ടേ, ഞാനൊരു 10th പഠിക്കുമ്പോൾ തൊട്ടേ ഐ യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ. സോ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ ഇൻ 2018, ഞാൻ ഡിഗ്രി കഴിഞ്ഞത്, എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത് 2018 സോ 2018 കഴിഞ്ഞ് ഞാൻ എൻ്റെ ശരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത് ദാറ്റ് ഹാഡ് ഹെൽപ്പ് മീ. ബിക്കോസ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് പഠിക്കേണ്ടത്, ഏത് ഡിറക്ഷനിലോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ബിക്കോസ് ആ ഒരു സമയം, ഒരു 10th 11th തൊട്ട് ഐ യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ, ഐ യൂസ് ടു ഹിയർ അബൌട്ട് ഇഷ്യൂസ്. സോ ഒരു സിവിൽ സർവീസസിൽ ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യങ്ങളും കുറച്ചെന്ന് പറയുന്നത് കറന്റ് അഫയേഴ്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആർ കൺട്രി, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് അറൌണ്ട് us, in our nation, basically what is happening around us, you have to know that. So my dream, the things that I've done before, everything had helped me when I started my serious preparation. So എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, once you have a dream, work towards it. See, opportunities will come knocking your door, പക്ഷെ നമ്മൾ അത് എടുക്കാതെ പോവാണെങ്കിൽ there will come a time when you will regret about not taking that chance. So what I did was also take that chance. After degree 2018 കഴിഞ്ഞിട്ട് there were so many options. PG, should I choose post graduation, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകണോ? But then finally I decided civil services preparation വരാം, because I knew
PGക്ക് പോവാണ് അല്ലെങ്കിൽ വേറെ ഏതൊരു എന്ത് പ്രിപ്പറേഷന് പോയാലും ഐ ഫൈനലി ലാൻഡ് അപ്പ് ഇൻ UPSC പ്രിപ്പറേഷൻ എനിക്ക് തന്നെ അറിയായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് മൈ ഗോൾ. സോ ഹാവ് എ ഗോൾ, ബിക്കോസ് അത് എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ലായിരിക്കും എന്താണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന്. പക്ഷെ ഇഫ് യു ഹാവ് എ ഡ്രീം, ദാറ്റ് വിൽ ഹെൽപ്പ് യു ചാനലൈസ് യുവർ തോട്ട്സ് മോർ ക്ലിയർലി. ദാറ്റ് വിൽ ഷോ യു എ ഡയറക്ഷൻ. സോ ആഫ്റ്റർ ഹാവിംഗ് എ ഡ്രീം, ഹാവ് എ പ്ലാൻ. Basically, UPSC preparation, people do say that it's one of the toughest examination. Yes, because അതിന്റെ സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്. You have to work really hard. You have to study different subjects. So അത്രയൊക്കെ പഠിക്കാനാണെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ വേണം. അത്രയും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. So some things that I did was I was consistent throughout my preparation. I had a plan and I was consistent. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. See, ഏതൊരു പ്രിപ്പറേഷൻ ആണെങ്കിൽ NTSC ഈസ് ഓൾസോ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാട്ട് ഇസ് എ ഡിമാൻഡ് ഓഫ് ദാറ്റ് എക്സാമിനേഷൻ എന്ന് കണ്ടുപിടിക്കുക. ഇപ്പം UPSC ആണെങ്കിൽ ഒരു സിലബസ് ഉണ്ട്. സിമിലർലി NTSCക്കും കാണും ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് ഐഡന്റിഫൈ എന്താണ് ആ ഒരു സിലബസ് എന്ന് മനസ്സിലാക്കുക. സെക്കൻഡ്, വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ പാറ്റേൺ. ബിക്കോസ് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്താണ് NTSCക്ക് ഇപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയാതെ ഫസ്റ്റ് ടൈം പോയി നമ്മൾ എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരും. നമ്മൾ അന്ന് നേരിടാൻ തയ്യാറായിരിക്കില്ല. സോ ആഫ്റ്റർ ഹാവിംഗ് ഗോൺ ത്രൂ ദ സിലബസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഞാൻ ചെയ്തത് അത് തന്നെയാണ്. എന്റെ പ്രിപ്പറേഷൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ വെന്റ് ത്രൂ ദ UPSC സിലബസ്, UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി. സോ ദാറ്റ് എന്താണ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷന് നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം, എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഒരു ഐഡിയ ആണ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. സോ ദാറ്റ് ഇസ് വാട്ട് യു ഓൾസോ ഹാവ് ടു ഡു. Understand what is the demand of this examination. So only if you understand the examination requirement, we can prepare towards that. After that, the third or next important thing is to have a plan. നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെയാണ് എക്സാമിനേഷൻ ഉള്ളത്, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. പക്ഷെ അത് മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, അത് ഏത് രീതിയിൽ പഠിക്കും, എത്ര ടൈം യു ആർ ഗോയിങ് ടു, എത്ര ടൈം നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഡിവോട്ട് ചെയ്യും, അതൊക്കെ മാറ്റർ. ബിക്കോസ് ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും strength and weaknesses are different. I'm good at history, I'm good at economics, but I'm not good at mathematics, I'm not good at physics. So എന്റെ വീക്ക് ഏരിയാസ് ആണ് അത്. സോ എന്റെ വീക്ക് ഏരിയാസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചധികം സമയം ഈ ഒരു സബ്ജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സിമിലർലി നിങ്ങൾ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുക, വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്തതിന്റെ ബേസിസിൽ വേണം ഒരു പ്ലാൻ ഉണ്ടാക്കാൻ. എന്റെ പ്ലാൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ ദ ടൈം ടേബിൾ ഓർ ദ പ്ലാൻ ദാറ്റ് ഐ ഹാവ് പ്രിപ്പയർഡ് may not work for another person, because നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്, നമ്മുടെ റിക്വയർമെന്റ് വേറെയാണ്. സോ ഒരിക്കലും നമ്മളൊരു സ്റ്റാറ്റിക് രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരും പോകുന്ന ഡയറക്ഷനിൽ തന്നെ പോകാൻ പാടില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. ഫോർ എനി എക്സാമിനേഷൻ ദ വൺ ഇമ്പോർട്ടന്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നമ്മൾ എത്രത്തോളം ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രെങ്ത് എത്രത്തോളം ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പറേഷൻ ഓറിയന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ പ്രിപ്പറേഷൻ ഓറിയന്റേഷൻ മാറ്റേഴ്സ് എ ലോട്ട്. ബിക്കോസ് നമ്മൾ ആ ഒരു ഡയറക്ഷൻ ശരിയല്ലെങ്കിൽ maybe we'll not be able to clear it the first time, second time. ഓരോ തവണയും നമ്മൾ എന്തെങ്കിലും കുറച്ച് കാരണങ്ങൾ കൊണ്ട് ക്ലിയർ ചെയ്യാതെ ആകാം. ദാറ്റ് ഇസ് ബിക്കോസ് ആ ഒരു ഓറിയന്റേഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ്. സോ അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ആൻഡ് ബേസ്ഡ് ഓൺ യുവർ സ്ട്രെങ്ത്, യുവർ വീക്ക്നെസ്, പ്രിപ്പയർ എ പ്ലാൻ. സോ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ദെൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ജസ്റ്റ് ബിക്കോസ് യു ഹാവ് എ പ്ലാൻ ഇൻ യുവർ ഹാൻഡ് ഓർ യു ഹാവ് എ ടൈം ടേബിൾ ഇൻ യുവർ in your room doesn't mean that you will study. So after you have a plan, make up your mind, be consistent and be disciplined. നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്തതുപോലും ഡ്രീം ഉള്ളതുപോലെ ഒക്കെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ബി ഡിസിപ്ലിൻഡ് ആൻഡ് ബി കൺസിസ്റ്റന്റ്. ദാറ്റ് ഈസ് ഓൾസോ വൺ തിങ് ദാറ്റ് ഐ ഹവ് ഡൺ. ഞാൻ 2018 ജൂണിലാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് മൈ ഫൈനൽ റിസൾട്ട്, അതായത് UPSC ഐ അപ്പിയർഡ് ഫോർ 2019 UPSC എക്സാമിനേഷൻ. ഫൈനൽ റിസൾട്ട് വരുന്നത് August 4th 2020 ആണ്. ദാറ്റ് മീൻസ് 2 വർഷത്തിൽ കൂടുതലുള്ള ഒരു ജേർണിയാണ് എന്റെ UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ജേർണി ഓഫ് മോർ ദാൻ 2 years. സോ 1-2 ദിവസം നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ടിരുന്ന് ഒരു 10-15 മണിക്കൂർ പഠിച്ചിട്ട് കാര്യമില്ല. അത് UPSC എന്നല്ല, ഏതൊരു എക്സാമിനേഷനും ഒരു 3-4 ദിവസം നമ്മൾ ഭയങ്കര തീവ്രതയായിട്ട് പഠിക്കുന്നു. ആ ദിവസങ്ങൾ ഭയങ്കര മോട്ടിവേഷൻ ആണ്. യു ആർ സ്റ്റഡിങ് കണ്ടിന്യൂസ്ലി ഫോർ us. ഇറ്റ് വിൽ നോട്ട് വർക്ക്. ബിക്കോസ് അത് നമ്മൾ ആ പ്രോസസ്സിൽ ഒരുപാട് എക്സോസ്റ്റ് ആക്കും, തളർത്തും, നമ്മളെ നെർവസ് ആക്കും എന്നല്ലാതെ നമ്മളൊരു പോസിറ്റീവ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് അവിടെ വരുന്നില്ല. അതിന് പകരം കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു ഗുഡ് എമൗണ്ട് ഓഫ് വർക്ക്, ദാറ്റ് ഇസ് വാട്ട് ഇസ് നീഡഡ്. എല്ലാ ദിവസവും ഒരു 5 മണിക്കൂർ പഠിക്കുക അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ പഠിക്കുക. ഡിപ്പെൻഡ്സ് അപ്പോൺ
എഗെയിൻ ഈ ഒരു സമയവും നമുക്ക് എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഫോക്കസ് പീരീഡ് എത്രയുണ്ട്, നമുക്ക് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ മനസ്സിലാക്കി വേണം ആ ഒരു ടൈം റിക്വയർമെന്റും തീരുമാനിക്കാൻ. ഇപ്പം ചില ദിവസങ്ങളിൽ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. സോ എവറിബഡി വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ഇൻവെസ്റ്റ് 10 hours എവറി ഡേ. ചില ദിവസം നമ്മൾ കുറച്ച് മൂഡ് ഓഫ് ആയിരിക്കും, ഓർ മേ ബി ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു ദിവസം സ്റ്റഡി 4 hours or 5 hours. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ എല്ലാ ദിവസവും 10 മണിക്കൂറോ 12 മണിക്കൂറോ പഠിച്ചിട്ടുണ്ടെന്ന് പറയില്ല. പക്ഷെ എല്ലാ ദിവസവും ഞാൻ പഠിച്ചിരുന്നു. എത്ര മണിക്കൂർ പഠിക്കുന്നുള്ളത് വേരി ചെയ്തിരുന്നു. ചില ദിവസം കുറച്ച് വീക്ക് ഡേയ്സ് ആണ്, ഡൗൺ ഡേയ്സ് ആണെങ്കിൽ അതൊരു 4-5 മണിക്കൂർ ആയിരിക്കും. പക്ഷേ വെൻ ഐ വാസ് ഇൻ ഗുഡ് മൂഡ്, വെൻ ഐ വാസ് ഇൻ ഗുഡ് മെന്റലി ആൻഡ് ഫിസിക്കലി ഒരു ബെറ്റർ പൊസിഷനിലായിരുന്ന ദിവസം ഐ ഹാഡ് സ്റ്റഡി 10 hours, ഐ ഹാഡ് സ്റ്റഡി 12 hours. സോ എവറി ഡേ എ ഗുഡ് എമൗണ്ട്, എ ഡീസന്റ് എമൗണ്ട് ഓഫ് വർക്ക്, അതാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു എക്സാം നാളെയാണ് അതുകൊണ്ട് 2 ദിവസം മുന്നേ ഭയങ്കരമായിട്ട് പഠിക്കുക, ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് സ്ട്രാറ്റജി. എ ഗുഡ് സ്ട്രാറ്റജി ഈസ് ഓൾവേസ് ടു put a good amount of work every day. That is the next thing. Consistency and discipline. For any examination, or entrance examination agate, or school examination, or competitive examination like NTSC, UPSC, you need to have discipline. ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും പറ്റില്ല. ആ ഒരു 2 വർഷവും എല്ലാ ദിവസവും സെയിം മോട്ടിവേഷൻ ആയിട്ട് എണീറ്റ് പഠിക്കണം. എല്ലാ ദിവസവും സെയിം മോട്ടിവേഷൻ, സെയിം മെന്റൽ സ്ട്രെങ്ത്. ഏതൊരു എക്സാമിനേഷനിലും ഒരുപാട് സ്ട്രെസ്ഫുൾ പോയിന്റ്സ് വരും. എപ്പോഴും നമ്മൾ ഹാപ്പി മൈൻഡിലായിരിക്കില്ല. ഏതൊരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇമോഷണൽ പോയിന്റ്സ് വരും. ഇപ്പം എനിക്കാണെങ്കിലും ഐ ഡിഡ്ന്റ് ഗോ ഫോർ PG. ഓൾമോസ്റ്റ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ PG ക്ക് പോയതാണ്. സോ 2 years ആഫ്റ്റർ ഇഫ് ഐ ഹാഡ് നോട്ട് ക്ലിയർ ദിസ് എക്സാമിനേഷൻ, പിന്നെ ഞാൻ PG ക്ക് പോകണോ, അങ്ങനെ ഒരുപാട് സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ സ്കേറി മൊമെന്റ്സ് അല്ലെങ്കിൽ ടെൻഷൻ തരുന്ന മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 2 വർഷത്തിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താകും, സെക്കൻഡ് അറ്റംപ്റ്റും ക്ലിയർ ആയില്ലെങ്കിൽ എന്താകും, തേർഡ് അറ്റംപ്റ്റിൽ പോയിട്ട് വരും, ഇങ്ങനെയുള്ളൊരു തോട്ട്സ് ഒക്കെ എല്ലാവർക്കും വരും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എവറി വൺ ഓഫ് us are human beings. നമ്മൾ എല്ലാവരും വി ആർ ബൗണ്ട് ടു ഗെറ്റ് ടെൻസ്ഡ്. നമുക്ക് പേടി വരാം, ടെൻഷൻ വരാം, പക്ഷെ അതൊന്നും നമ്മളെ പ്രിപ്പറേഷൻ അഫക്ട് ചെയ്യാൻ അനുവദിക്കരുത്. ഇറ്റ് ഈസ് ഓക്കെ ദാറ്റ് യു ഗെറ്റ് സ്കേർഡ്, ഇറ്റ് ഈസ് ഓക്കെ ദാറ്റ് യു ഗെറ്റ് ടെൻസ്ഡ്, ബട്ട് ഡു നോട്ട് ലെറ്റ് ദാറ്റ് ടെൻഷൻ അഫക്ട് യുവർ പ്രിപ്പറേഷൻ. എപ്പോഴെങ്കിലും ടെൻഷൻ പോയിന്റ് വരികയാണെങ്കിൽ talk to your teachers, talk to your friends, talk to your parents, talk to your well-wishers, or do whatever you like. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കുറച്ച് പേരെങ്കിലും കാണും who want the best of us. You will have a good number of teachers കാണും, friends കാണും, family, you will have siblings, you will have your parents. Talk to them. അവരോട് സംസാരിക്കുക, നമ്മുടെ കൺസേൺസ് പറയുക. They will solve you, they will help you out. Then talk to yourself. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മളിൽ. ഇഫ് യു ഡോണ്ട് ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്, ഇഫ് യു ഡു നോട്ട് ബിലീവ് ഇൻ യുവർ സെൽഫ്, വേറെ ആരും നമ്മളെ വിശ്വസിക്കില്ല. നമുക്ക് തന്നെ നമ്മളെ വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ nobody else will be able to inculcate that motivation in you. So talk to yourself also. Generally ഞാൻ കുറച്ചധികം ടെൻസ്ഡ് പേഴ്സൺ ആണ്. കുറച്ചധികം ഫ്രീക്വന്റ്ലി ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് I had this hobby of writing a diary. This is a very, again, കുറെ ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്നതാണ്. Somewhere in 7th 8th standard തൊട്ട് I used to write diary. So ഞാൻ എപ്പോഴൊക്കെ ടെൻഷൻ വരുമ്പോഴും I used to write my diary. എനിക്ക് എന്തൊക്കെയാണ് കൺസേൺസ് ഉള്ളത്, എന്തൊക്കെയാണ് എന്റെ പേടി, അതൊക്കെ എഴുതിയിട്ട് ഫൈനലി I motivate myself. You will be able to clear this examination. You have come this far. You will go till the end. So motivate yourself. നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി കാണും, pursue that. That is equally important. Preparation പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ മെന്റൽ ഹെൽത്ത്. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് പ്ലാൻ. അലോങ് വിത്ത് യുവർ പ്ലാൻ നമ്മുടെ കൺസേൺസ് അഡ്രസ് ചെയ്യുക. അതായത് ആ ഒരു കൺസിസ്റ്റന്റ് പ്രിപ്പറേഷനിൽ വെനെവർ ഇമോഷണൽ സ്ട്രഗിൾസ് വരുന്ന മൊമെന്റ്സ് എല്ലാം തളർന്നു പോവാതിരിക്കുക. ആൻഡ് നെക്സ്റ്റ് തിങ് ഐ വോണ്ട് ടു ടെൽ ഇസ് നത്തിങ് ഇസ് ഇമ്പോസിബിൾ. മേ ബി ദർ വിൽ ബി പീപ്പിൾ ഓർ ആരെങ്കിലും ഒക്കെ പറയുമായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല, യു ഹാവ് ടു ബി എ സൂപ്പർ ബ്രെയിൻ പേഴ്സൺ, നമ്മൾ ഭയങ്കര ഇന്റലിജന്റ് ആണെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സി ഓൾ ദോസ് ആർ തിങ്സ് ദാറ്റ് ക്യാൻ ബി സെഡ് ബൈ എനിബഡി. അവർക്കൊക്കെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്, ദാറ്റ് യു ക്യാൻ ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ആൻഡ് ബിലീവ് മീ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു ഹാവ് ദ വിൽ പവർ, ഇഫ് യു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ടു ഡു. ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറുവാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു എക്സാമിനേഷനും ഇല്ല, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ്, ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും എക്സാമിനേഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അത് there should be a reason. നമുക്ക് എന്തുകൊണ്ട് ആ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിനൊരു കാരണം കാണാം.
നമ്മൾ ഒന്നുകിൽ ആ ഒരു ഏരിയ നമുക്ക് വീക്ക് ആയിരിക്കും, ആ ഒരു ഏരിയ പഠിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്ത രീതി തെറ്റായിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. എഗെയിൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സി നോബഡി വിൽ ബി പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റാം, എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റാം. പക്ഷെ ആ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഇഫ് യു ആർ നോട്ട് കറക്റ്റിംഗ് മിസ്റ്റേക്ക്, then you are not learning. എന്റെ പേഴ്സണൽ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ സർവീസ് എക്സാമിനേഷൻ തന്നെ 3 ഘട്ടമുണ്ട്. there is a preliminary examination, there is a mains examination, there is a personality test. സോ നമ്മൾ ആദ്യം മെയിൻസ് ആൻസർ എഴുതുമ്പോൾ എഴുതാനൊന്നും അറിയില്ലായിരിക്കും. വിൽ റൈറ്റ് ആൻ ആൻസർ, പക്ഷേ ഒരു പ്രോപ്പർ സ്ട്രക്ചറോ കണ്ടന്റോ ഒന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ വി ആർ ലേണിംഗ് ഇറ്റ്. നമ്മൾ വീണ്ടും ആൻസേഴ്സ് എങ്ങനെ ബെറ്റർ ആക്കാം, ആൻസർ എങ്ങനെ നന്നായിട്ട് എഴുതാം, അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടെടുത്ത് അത് കറക്റ്റ് ചെയ്യണം. സിമിലർലി ഐ ഹാഡ് ദിസ് ഫ്രണ്ട് ഓഫ് പീപ്പിൾ. എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷന് പോകുന്നതിന് ആഫ്റ്റർ ഐ ഹാഡ് ക്ലിയർഡ് മെയിൻസിന് ശേഷം നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യും, ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും, എങ്ങനെയാണ് ഫേസ് ചെയ്യുക. സോ എനിക്ക് ഈ ഒരു പേടി ഉണ്ടായിരുന്നു, എപ്പോഴും പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ സ്പീക്ക് ചെയ്യാൻ, സംസാരിക്കാൻ വേണ്ടി ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അങ്ങനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. ഇഫ് യു ഹാവ് എ problem, if you have an issue, if you are not good at something, the only way is to correct it. അതിനെ ബെറ്റർ ആക്കുക, അതിനെ ശരിയാക്കുക എന്നുള്ള ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ എല്ലാവർക്കും വീക്ക് ഏരിയാസ് കാണും, പക്ഷെ ആ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, ആ വീക്ക് ഏരിയാസ് കറക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ തിങ് ടു ഡു. So these were the things that I wanted to say, that you should have a dream, you should be consistent in your preparation, you should always believe that everything is possible. Do not let anybody tell you that this is impossible or you will not be able to do it, because anybody can do anything. Then identify yourself, understand yourself. I genuinely believe that if you understand yourself better, you can do things in a better position. നമ്മളെ ബെറ്റർ ആയിട്ട് നമ്മളെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ we'll be able to do things in a much more better way. So understand yourself, take out time, understand things, then always believe that education is a beautiful journey. അതിപ്പം ഏതൊരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അല്ലാതെ ജനറലി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും whatever you study, whatever you learn will be with you forever. എന്റെ തന്നെ UPSC പ്രിപ്പറേഷൻ വാസ് എ ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്റെ ഒരുപാട് പെർസെപ്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ this is a transforming experience. UPSC preparation alla, whatever you are studying, these things will change you as a person, as a human being. So once again, kittunna opportunities ഉപയോഗിക്കുക. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കളയാണ് ആ സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വീൽ റിഗ്രറ്റ് ഇറ്റ്. നമ്മൾ മിസ്സായ ഓപ്പർച്യൂണിറ്റി ആലോചിച്ച് വിഷമിക്കും. സോ ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് റിഗ്രറ്റ് അബൌട്ട് എനിത്തിങ്. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ടു എവറിബഡി.